കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരോൾ അനുവദിച്ചത് സംബന്ധിച്ച എല്ലാ വസ്തുതകളും സമഗ്രമായി അന്വേഷിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഹരിമോഹൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഹരി, അപ്പോൾ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഒരു കൊലപാതകം, പെരിയ ഇരട്ട കൊലപാതക കേസ് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ ഒരു വൈകാരിക വിഷയമാണ്, അവരുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. അനർഹമായ പല ആനുകൂല്യങ്ങളും ടി.പി. കേസ് പ്രതികൾക്ക് എന്നതുപോലെ ഈ പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്കും നൽകുന്നുണ്ട് എന്നുള്ള ആക്ഷേപം കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് ഉന്നയിക്കുന്നതുമാണ്. ഇപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി ഇടപെടുകയാണല്ലേ? ഷിഹാസ്, പൂർണ്ണമായും വൈകാരികമായ വിഷയം തന്നെയായാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസ് എല്ലാ കാലത്തും കോൺഗ്രസും UDF-ഉം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ ഒക്കെ തന്നെ മുൻകാലങ്ങളിൽ പരോൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സർക്കാർ അതിരൂക്ഷമായ പ്രതിപക്ഷ വിമർശനത്തിന് വിധേയമായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവായ ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടക്കമുള്ളവർ അതിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തുകയും ചെയ്ത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതേ UDF അധികാരത്തിലേറി 2-ാം ദിവസം തന്നെ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾ 5 പേർ ഒരുമിച്ച് 20 ദിവസത്തെ പരോൾ ലഭിച്ച് പുറത്തേക്കിറങ്ങുന്ന സാഹചര്യം അതിഗുരുതരമായി തന്നെയാണ് സർക്കാർ കാണാനിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോട് ഒരു വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് തുടർ നടപടികൾക്ക് കൂടി വേണ്ടിയുള്ളതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ പ്രതികൾക്ക് നിരന്തരമായി എങ്ങനെ ഇത്ര പരോൾ ലഭിക്കുന്നു? 1-ാം പ്രതിയായ പീതാംബരന് ഇത് 3-ാം തവണയാണ് പരോൾ ലഭിക്കുന്നത്. മറ്റു പ്രതികൾക്ക് 2 തവണ വീതം പരോൾ ലഭിച്ചു. ഈ ഇത്തരം സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആരാണ് ഈ പരോളിന് ശുപാർശ ചെയ്യുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതിലുണ്ടാകുന്നതെന്ന് അടക്കമുള്ള വിശദമായ വിവരങ്ങൾ ജയിൽ മേധാവിയും ഒപ്പം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കും. ഒപ്പം തന്നെ തുടർ നടപടി എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അന്വേഷണമൊക്കെ നടക്കട്ടെ, ഇടപെടലുകളും ഉണ്ടാവട്ടെ.